ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അവിടെ സന്തോഷിൻ്റെ വീട്ടിൽ മണിയും പോറ്റിയും കൂടി സിറ്റൗട്ടിലിരുന്ന് സന്തോഷിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സന്തോഷ് എന്താ ഇങ്ങനെ ഒരു അഴകുഴമ്പനായി പോയത്? എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ലെന്ന് പോറ്റി പറയുമ്പോഴേക്കും അവൻ പാവ, എന്ത് ചെയ്യാനാണെന്ന് മണിയും പറയുന്നുണ്ട്. ഇവനെന്താ ഇങ്ങനെ? അവൻ പാവ എന്ന് പറഞ്ഞാൽ എങ്ങനെ അവൻ പാവാവുന്നത് എന്ന് പോറ്റി ചോദിക്കുമ്പോഴേക്കും ഒരു കാർ സന്തോഷിന്റെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നുണ്ട്. ശിവരാമേട്ടനും റജിയും കൂടി കാറിൽ നിന്ന് ഇറങ്ങണ കണ്ട് പോറ്റി മണിയോടായി പറയുന്നുണ്ട്, മണി, നോട്ടീസ് അങ്ങ് എത്തി കേട്ടോ. എന്ത് നോട്ടീസാന്ന് മണിയും ചോദിക്കുന്നുണ്ട്. സന്തോഷിന്റെ ഡിവോഴ്സിന്റെ ലീഗൽ നോട്ടീസ്, അത് അവർക്ക് കിട്ടി. ആ ശിവറാമൻ വരുന്നുണ്ടെന്ന് പോറ്റി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അവരെ കണ്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സന്തോഷിന്റെ അച്ഛൻ എണീറ്റ് ചെന്ന് നമസ്കാരം പറഞ്ഞ് അകത്തോട്ടിരിക്കാമെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്. സിറ്റൗട്ടിലിരിക്കുന്ന മണിയെയും പോറ്റിയെയും ഒന്ന് നോക്കിക്കൊണ്ട് നമുക്ക് പുറത്തോട്ടിരിക്കാമെന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട്. അവർ പുറത്തേക്ക് പോകുന്നത് കണ്ട് മണിയും പോറ്റിയും കൂടെ ചെല്ലുന്നുണ്ടേ. അവർ ചെന്ന് കസേരയിലിരിക്കുമ്പോഴേക്കും പോറ്റിയും മണിയും കൂടി അങ്ങോട്ട് എത്തുന്നുണ്ട്. അപ്പോഴേക്കും ശിവരാമേട്ടൻ നടേശനോടായി ചോദിക്കുന്നുണ്ട്, വന്ന കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്ന്. മനസ്സിലായി, ലീഗൽ നോട്ടീസ് കിട്ടിയല്ലേ എന്ന് പോറ്റി ചോദിക്കുമ്പോഴേക്കും കിട്ടിയെന്ന് ശിവരാമേട്ടനും. അപ്പോൾ അതുതന്നെയല്ലേ നിങ്ങളുടെയും താല്പര്യവും എന്ന് പോറ്റി ചോദിക്കുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ എളുപ്പമാക്കാർന്നോരെ, പരിഹരിച്ചു പോവാൻ കഴിയുമെങ്കിൽ അത് നോക്കണ്ടേ എന്ന് ശിവരാമൻ പറയുമ്പോഴേക്കും ഇനി ഇതിൽ എന്ത് പരിഹാരം ശിവരാമ? അത് പിന്നെ ഏജ് കെട്ടലാവും, അത് മുന്നോട്ട് പോവത്തില്ലെന്നേ എന്ന് പോറ്റിയും പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പെങ്ങൾക്ക് പറ്റിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. ആരെയും അതിൽ തെറ്റു പറയാൻ പറ്റുകയില്ലെന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും കേസ് നടക്കുന്നതല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ തെറ്റുണ്ടോന്ന് അറിയാമെന്ന് പോറ്റിയും പറയുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, സരസ്വതി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് ഈ അടുത്താ. അത് അവളുടെ ചില പേടികളും തെറ്റിദ്ധാരണകളും കൊണ്ട് സംഭവിച്ചതാ. ബോധപൂർവം ആരും ആരെയും ചതിച്ചിട്ടില്ല എന്ന് ശിവരാമൻ പറയുമ്പോൾ, ശിവരാമ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, കല്യാണം നടക്കുമ്പോൾ ആ പെങ്കൊച്ചിന്റെ തള്ള വീട്ടിലില്ലെന്ന് പോറ്റി ചോദിക്കുന്നുണ്ട്. ഉണ്ടെന്ന് ശിവരാമേട്ടൻ സമ്മതിക്കുമ്പോൾ എന്നിട്ട് ആരും അറിയാതെ കല്യാണം നടത്തിയില്ലേ എന്ന് പോറ്റി വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു എന്ന് ശിവരാമേട്ടൻ പറയുന്നുണ്ട്. അത് കേട്ട് പോറ്റിയും ചോദിക്കുന്നുണ്ട്, ആ പറഞ്ഞതിൽ തന്നെ നടന്നത് ശരികേടാണെന്നുള്ളത് ശിവരാമനും സമ്മതിച്ചല്ലോ. വിശ്വാസവഞ്ചന ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. വിശ്വാസം പോയാ എല്ലാം പോയില്ലേ ശിവരാമ? സന്തോഷിന്റെ അച്ഛൻ നടേശൻ അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, ഈ ഡിവോഴ്സിനൊക്കെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലേ അളിയാന്ന്? കൂടുതൽ കുരുക്കാതെ സെറ്റിൽമെന്റ് ആക്കുന്നതാ ബുദ്ധി എന്ന് പോറ്റി പറയുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് ഉറപ്പിക്കണോ? കൊച്ചുങ്ങൾ ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു നോക്കിയിട്ട് പറ്റിയ ഇങ്ങനെ അങ്ങ് പൊക്കട്ടെന്ന് വെച്ചൂടെ എന്ന് ശിവരാമേട്ടനും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് സന്തോഷിന്റെ അമ്മ മണി പറയുന്നുണ്ട്, ആഹാ ഞങ്ങൾക്ക് പാടാ, ഞങ്ങളുടെ വീടിന് പറ്റിയ ഒരു പെണ്ണയല്ല വീണ, അവൾക്ക് ഇങ്ങനെ യോഗ്യനായ ഒരു ചെറുക്കനെ വേറെ കിട്ടോ? എന്നിട്ട് എന്താ അവളുടെ ഒരു അഹങ്കാരമെന്ന്. അല്ല, കുഞ്ഞിയെപ്പോലൊരു കൊച്ചിനെ നിങ്ങൾക്ക് മാത്രം എളുപ്പം കിട്ടുകയില്ലെന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട്. അത് നേരാ, ഇങ്ങനൊരെണ്ണത്തിനെ കിട്ടാനേ ഇത്തിരി പാടാണെന്ന് മണിയും കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ടേ. കൊച്ചുങ്ങളൊന്നും ഇല്ലേ പിന്നെ ചേർന്നു പോകുന്നത് പ്രയാസമാണെങ്കിൽ പിരിയുന്നത് തന്നെയാ നല്ലത് എന്ന് പോറ്റിയും തീർത്തു പറയുന്നുണ്ട്. വേറെ ബാധ്യതയൊന്നുമില്ലല്ലോ, ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാത്തതാ. എന്നെ ഈ പെണ്ണ് ആളെ വെച്ച് തല്ലിച്ചതൊക്കെ അറിയാലോ ശിവരാമനെ എന്ന് പോറ്റി ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ സ്വന്തക്കാർ ഇടപെടുന്നതിന്റെ പ്രശ്നങ്ങളാവും യഥാർത്ഥ കാരണമെന്ന് ശിവരാമേട്ടൻ പറയുന്നുണ്ട്. ഇവിടെ അതല്ലല്ലോ ശിവരാമ പ്രശ്നം എന്ന് പോറ്റി പറയുമ്പോഴേക്കും കുറച്ചുകൂടി നോക്കണമെന്ന എൻ്റെ ഒരു അഭിപ്രായമെന്ന് ശിവരാമനും പറയുന്നുണ്ട്. പോറ്റി എപ്പോഴേക്കും എഴുന്നേറ്റ് ദേഷ്യത്തോടെ സന്തോഷിന് എന്തേലും ചാഞ്ചാട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വന്ന് സംസാരിച്ചേനെ എന്ന് പറയുന്നുണ്ട്. ഈ ബന്ധം വേണ്ടെന്ന കാര്യത്തിൽ അവന് രണ്ടഭിപ്രായമില്ല എന്ന് പോറ്റി വീണ്ടും പറയുമ്പോൾ സന്തോഷിന് കുഞ്ഞിയോട് കുട്ടിക്കാലം മുതലേ ഇഷ്ടമാണെന്നും അക്കാര്യം സരസ്വതി മനസ്സിലാക്കിയിട്ടാ ഈ ബന്ധത്തിന് സമ്മതിച്ചെന്നുമുള്ള വിവരം എനിക്കറിയാം. അല്ല, കുറഞ്ഞ ഈ കാലം കൊണ്ട് ഇത്രയ്ക്ക് അങ്ങോട്ട് അകലാനെന്താ? കുറെ തെറ്റിദ്ധാരണകളാണെന്നാ എൻ്റെ ഒരു ബോധ്യം എന്ന് ശിവരാമേട്ടൻ പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണയുമല്ല, ഇവര് തമ്മിൽ ചേർക്കാൻ പറ്റാത്തതാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞതാ. ആര് കേൾക്കാനാ എന്ന് പോറ്റി ചോദിക്കുമ്പോഴേക്കും പറ്റിപ്പോയി അണ്ണാ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് മണിയും വിഷമത്തോടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് മറ്റുള്ളവർക്കുള്ള മതിപ്പിനെ കുറിച്ച് ശിവരാമന് എന്തെങ്കിലും ബോധ്യമുണ്ടോ? അതില്ലാത്തതുകൊണ്ടാ ഒരു ചമ്മലുമില്ലാതെ വണ്ടിയും വിളിച്ച് കാര്യങ്ങൾ സെറ്റിലാക്കാൻ ഇങ്ങോട്ട് വന്നത്. പെണ്ണിന്റെ അമ്മ വീട്ടുകാരറിയാതെ മതില് ചാടി ടൂറ് പോകുന്നു. ടൂറ് പോയവരെ കാണാതാവുന്നു. അവര് ചത്തെന്നും പറഞ്ഞ് ഏതോ ഒരു തമിഴത്തിയുടെ ബോഡി കൊണ്ടുവന്ന് അടക്കുന്നു. വണ്ടി ആക്സിഡന്റ് പറ്റി ആശുപത്രിയിലായ അമ്മ കൃത്യം ആണ്ടിന്റെ അന്നു തന്നെ തിരിച്ചു വരുന്നു. മോളുടെ കല്യാണം പോലും കൂടാതെ ഏതോ മുറിയിൽ ഒളിച്ചിരിക്കുന്നു. ഒടുവിൽ നിങ്ങൾ അറിയുന്നു, കേസ് ബഹളം, വാദിയും പ്രതിയും നിങ്ങളുടെ വീട്ടുകാർ തന്നെ. മൂത്ത മക്കള് ജാമ്യത്തിലിറങ്ങുമ്പോൾ അമ്മയും ഇളയ മകളും കൂടി അകത്തോട്ട് പോകുന്നു. എന്നോ ഭാര്യയെ കളഞ്ഞിട്ട് പോയ കെട്ടിയോൻ തിരിച്ചു വന്ന് മൂത്ത മക്കൾക്ക് വേണ്ടി നിൽക്കുന്നു.
ഇനി എന്താവും? നാട്ടുകാരിപ്പോ പറഞ്ഞു ചിരിക്കുന്ന ഒരു തമാശയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ കഥ എന്ന് പറഞ്ഞ് പുച്ഛത്തോടെ കളിയാക്കിക്കൊണ്ട് പോറ്റി ചിരിക്കുന്നുണ്ട്. ആ കുടുംബവുമായി നീ സഹകരിക്കാൻ എന്തേലും ബോധമുള്ളവരിനി സമ്മതിക്കോ? ശിവരാമൻ തന്നെ പറ. ഉള്ളത് പൊതിഞ്ഞു പറയാൻ ശങ്കരൻ ശീലിച്ചിട്ടില്ല. അതാ ശങ്കരനെ ആർക്കും ഇഷ്ടമില്ലാത്തതെന്ന് പോറ്റി പറയുന്നുണ്ട്. ശിവരാമേട്ടനും അപ്പോൾ ടെൻഷനോടെ പറയുന്നുണ്ട്. നോട്ടീസ് കണ്ട് കുഞ്ഞിയുടെ കണ്ണ് നിറഞ്ഞു. അതവളുടെ ഉള്ളിലിപ്പോഴും സന്തോഷിനോടുള്ള ഇഷ്ടമാണെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. രണ്ടു കൂട്ടർക്കും വേണമെങ്കിലല്ലേ ചേർന്ന് പോവാൻ പറ്റൂ. ചേരില്ലാന്ന് നിങ്ങൾ പറഞ്ഞാല് എനിക്ക് ചേർക്കാൻ പറ്റില്ലല്ലോ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങാം എന്ന് പറഞ്ഞ് റജിയെ വിളിക്കുന്നുണ്ട് ശിവരാമേട്ടൻ. എന്തെങ്കിലും കുടിച്ചിട്ടിറങ്ങാമെന്ന് നടേശൻ പറയുമ്പോഴേക്കും ഒരു സൽക്കാരം എന്ന് പറഞ്ഞുകൊണ്ട് മണിയും പോറ്റിയും കൂടി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ. ശിവരാമേട്ടൻ അപ്പോഴേക്കും നടേശനോടായി പറയുന്നുണ്ട്, നിങ്ങളൊരു സാധുവാ, സന്തോഷിനെ പോലെ. തീരെ സാധുക്കൾക്ക് പറ്റിയ ഒരു കാലമല്ലിത്. ഇങ്ങനെയൊരു സാഹചര്യത്തിലും കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞല്ലോ, സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് ശിവരാമേട്ടൻ റജിയുടെ കൂടെ അവിടുന്ന് പോകുന്നുണ്ടേ. അവിടെ മാധവത്തിൽ വിഷമിച്ചിരിക്കുന്ന കുഞ്ഞിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചറമ്മ. ചിലത് നല്ലതിനാണെന്ന് കൂട്ടിയാൽ മതി, അല്ലാതെ ഗുരുവായൂരപ്പൻ നമ്മളെ അങ്ങ് കൈവിടില്ല. മോള് സമാധാനമായിട്ടിരിക്കെ, ഞാനേ ഒന്ന് മേരിയെ വിളിക്കട്ടെ എന്നവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ടീച്ചറമ്മ മേരിയെ വിളിക്കുന്നുണ്ടേ. മേരിക്കുട്ടി ടീച്ചർ ആ സമയത്ത് ജോണിന്റെ കൂടെ കാറിൽ യാത്രയിലായിരുന്നു. മേരി വീട്ടിലാണോടി എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും അല്ല, പുറത്താണെന്ന് മേരിക്കുട്ടി ടീച്ചറും. അത് സന്തോഷിന്റെ വക്കീൽ നോട്ടീസ് വന്നു എന്ന് സരസ് പറയുമ്പോൾ എന്താ ഡിവോഴ്സിനാണോന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട്. എന്ന് വിഷമത്തോടെ ടീച്ചറമ്മ പറയുമ്പോൾ അവരപ്പോ ഉറപ്പിച്ചു അല്ലേ എന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട്. അതല്ലേ നോട്ടീസ് അയച്ചത് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അമ്മയും മകളും പ്രതിയും പ്രശ്നക്കാരുമൊക്കെയാണല്ലോ അവരുടെ കാഴ്ചപ്പാടില് എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട്. അത് അവരുടെ കാഴ്ചപ്പാടിൽ മാത്രമല്ല മിക്ക ആൾക്കാർക്കും അങ്ങനെയാണെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ എടി സരസു, സത്യം അങ്ങനെയൊന്നും തോറ്റുപോവില്ല. നീയൊന്നും സമാധാനമായിട്ടിരിക്കെ, ഞാനും ജോണും ഇപ്പൊ അങ്ങോട്ട് വരാം എന്ന് ആശ്വസിപ്പിച്ച് പറഞ്ഞുകൊണ്ട് വീണ എന്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ ഇവിടെ വിഷമിച്ചിരിക്കുകയാണെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എടി നീ വീണയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ എന്ന് മേരിക്കുട്ടി ടീച്ചറും. ടീച്ചറമ്മ വീണയുടെ കയ്യിലേക്കായി മൊബൈൽ നൽകുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട്, മോളെ വീണേ, നമ്മളെ വേണ്ടാന്ന് വെക്കുന്ന ഒരാളെ ഓർത്ത് കരയാൻ പാടില്ല. നമ്മൾ തന്നെ നമുക്ക് അത്രയ്ക്കും വിലയില്ലാതാക്കുന്നത് പോലെയാ അതെന്ന് വീണയും വിഷമത്തോടെ പറയുന്നുണ്ട്. അത് സത്യമാ ടീച്ചറെ, പക്ഷെ നമ്മൾ ഇങ്ങനൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പെട്ടെന്ന് നോട്ടീസ് കിട്ടിയൊരു ഷോക്കില് എന്നവൾ സങ്കടത്തോടെ പറയുമ്പോഴേക്കും മോളെ ഇപ്പൊ ആ ഷോക്ക് കഴിഞ്ഞല്ലോ, ഇനി നീ കൂളായിട്ടൊന്നിരിക്കുക. മോളെ എന്തിനും ഞാനും ജോണും കൂടെയുണ്ട്. ദേ ഇനി ഒരു വിഷമവും നിനക്ക് വേണ്ട, ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് എത്താം കേട്ടോ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും ശരി ടീച്ചറെ എന്ന് പറഞ്ഞുകൊണ്ട് വീണയും കോൾ വയ്ക്കുന്നുണ്ടേ. കോൾ കട്ടാക്കിയ മേരിക്കുട്ടി ടീച്ചറും ജോണിനോടായി പറയുന്നുണ്ട്, ജോണെ സന്തോഷ് വീണയ്ക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു എന്ന്. ആണോ? എന്നിട്ട് വീണ എന്ത് പറഞ്ഞെന്ന് ജോൺ ചോദിക്കുമ്പോൾ സംസാരത്തില് വലിയ വിഷമമുണ്ട്. കാര്യമാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് എന്തായാലും മാധവത്തിലേക്കൊന്ന് പോവാം. നമ്മൾ പോയെന്ന് സംസാരിക്കുമ്പോഴേ സരസുവിനും വീണയ്ക്കും ഒരാശ്വാസമാവും എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും ജോൺ പെട്ടെന്ന് വണ്ടി നിർത്തുന്നുണ്ട്. അത് കണ്ട് എന്തെന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ ഞാനേ സന്തോഷിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ജോൺ മൊബൈൽ എടുത്ത് സന്തോഷിനെ വിളിക്കുന്നുണ്ടേ. ജോൺ ദേഷ്യത്തോടെ ഇരിക്കുമ്പോഴേക്കും എന്ത് പറ്റിയെന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട്. അവൻ ഫോൺ എടുക്കുന്നില്ലമ്മേ, അവന് മനസ്സിലായി ഞാൻ ഇക്കാര്യത്തിനാ വിളിക്കുന്നതെന്ന്. അവൻ എത്ര ദിവസം മൊബൈൽ എടുക്കാതിരിക്കുമെന്ന് നോക്കാം എന്ന് പറഞ്ഞ് മൊബൈൽ കട്ടാക്കിക്കൊണ്ട് ജോൺ വണ്ടിയും എടുത്തോണ്ട് പോകുന്നുണ്ടേ. പിന്നീട് മാധവത്തിലെത്തിയ മേരിക്കുട്ടി ടീച്ചറെയാണ് കാണിക്കുന്നത്. വിഷമത്തോടെ ഇരിക്കുന്ന വീണയുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെ ചടഞ്ഞിരുന്ന് ആകെ സീനാക്കല്ലേന്ന്. അവരുടെ അരികെ തന്നെ ടീച്ചർ അമ്മയും ലില്ലിമാമയും കനിയുമെല്ലാം നിൽപ്പുണ്ടേ. നിനക്കറിയോ, നിന്റെ അച്ചായൻ മരിച്ചു പോകുമ്പോൾ എനിക്ക് നിന്റെ പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അത്രയ്ക്ക് സ്നേഹിച്ച കരുത്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞ് ജോണിനെ നോക്കിക്കൊണ്ട് ജോണിന്റെ മുഖം പോലും കാണാതങ്ങ് പോയി. അവിടെ ഞാൻ തകർന്നു പോയി. ആ തകർന്നു പോകൽ ആ മനുഷ്യൻ എനിക്ക് തന്ന സ്നേഹവും കരുതലും സുരക്ഷിതത്വവും കാരണമാ. മോളെ നീ ഇപ്പോ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ അവൻ ആ സന്തോഷം മരിച്ചു പോയിട്ടില്ല. പിന്നെന്താ, അവൻ നിന്നെ വേണ്ടാന്ന് വെച്ചു. അതിനെന്തിനാ നീ കരയുന്നേ? ദേ മോളെ, അവൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിച്ചോ, സംരക്ഷിച്ചോ. മോളെ നീ ഇങ്ങനെ വെറുതെ അർത്ഥമില്ലാതെ കരയല്ലേ. അവർ ലീഗലി നീങ്ങുന്നു. ഓക്കെ എന്താവുമെന്ന് നോക്കാം. നീ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ നിന്നെ കൈയൊഴിഞ്ഞവനാവൻ. അവൻ പോട്ടെന്ന് വെക്കേ. മോളെ ഒറ്റയ്ക്ക് ഞാൻ ജീവിക്കുന്നില്ലേ. അഭിമാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക, അതാണ് വലിയ കാര്യം. അല്ലാതെ ഒപ്പം കൂടുന്ന മനുഷ്യരെല്ലാം ഒരിക്കൽ പിരിയേണ്ടവർ തന്നെയാ. മോളെ ഇങ്ങോട്ട് നോക്ക്, കരയരുത്. നീ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്ക്. പോയേ എനിക്കും ജോണിനും ഒരു ചായ ഇട്ടുകൊണ്ട് വാ, ചെല്ല്
എന്നവളെ ആശ്വസിപ്പിക്കാനായി മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും കരച്ചിലൂടെ വീണയും പറയുന്നുണ്ട്, എനിക്കിങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ ടീച്ചറിനെ പറ്റൂന്ന്. അത് കേട്ട് ടീച്ചറമ്മ ചിരിയോടെ ഇരിക്കുമ്പോഴേക്കും വീണെ ചായ ഇടാൻ പറഞ്ഞപ്പോ ചായ ഇട്ടോണ്ട് വാ അല്ലേ എന്ന് പറഞ്ഞ മേരിക്കുട്ടി ടീച്ചർ വീണ്ടും അവളെ പറഞ്ഞയക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ചായ ഞാൻ എടുക്കാം, നിങ്ങൾ സംസാരിച്ചിരിക്കുന്ന ലില്ലി മമ്മിയും പറയുന്നുണ്ട്. അത് കേട്ട് ടീച്ചറമ്മ തലയിൽ കൈ വെക്കുന്നുണ്ട്. എന്റെ നാത്തൂനെ ചായ വേണ്ടിയിട്ടല്ല, ഇവളെ ഒന്ന് ഓണാക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ ഞാൻ എടുത്തിട്ട് വരാം ടീച്ചറെ എന്ന് പറഞ്ഞ് വീണ പോകാനൊരുങ്ങുമ്പോഴേക്കും ഇനി വേണ്ട, മോൾ ഇവിടെ ഇരിക്കെ എന്ന് മേരിക്കുട്ടി ടീച്ചർ അവളെ പിടിച്ചിരുത്തുന്നുണ്ട്. അപ്പോഴേക്കും ജോണും പറയുന്നുണ്ട്, വീണ നീ സമാധാനമായിട്ടിരിക്കെ, ഞാനും അമ്മയും കൂടിയാ സന്തോഷമായിട്ടുള്ളത് കൺഫേം ആക്കാൻ ഓടിയത്. ഞാൻ വിവാഹത്തിന്റെ മുമ്പുള്ള ദിവസങ്ങളിൽ സന്തോഷിന്റെ വീട്ടിൽ സഹായിക്കാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാ നീ അന്ന് പിണങ്ങിയത്. ഇത്ര കാര്യമായിട്ട് ഞാൻ ഒപ്പം നിന്നിട്ട് ഇങ്ങനൊരു നീക്കം നടക്കുമ്പോ എന്നോടൊരു വാക്ക് മിണ്ടിയില്ല അവൻ. ഞാനിപ്പോ വിളിച്ചിട്ട് അവൻ ഫോണും എടുക്കുന്നില്ല എന്ന് ജോൺ പറയുമ്പോൾ അത് പേടിച്ചിട്ടാവും. ഇതറിഞ്ഞ ജോൺ എങ്ങനെയാ പെരുമാറുക എന്നുള്ള പേടി സന്തോഷിനുണ്ടാവുമല്ലോ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. അവൻ എത്ര ദിവസം എന്റെ ഫോൺ എടുക്കാതിരിക്കും എന്ന് നോക്കട്ടെ എന്ന് ജോൺ പറയുമ്പോഴേക്കും ശിവരാമേട്ടനും റജിയും കൂടി സന്തോഷിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. കാര്യങ്ങൾ സംസാരിക്കാനെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. എന്തായാലും സന്തോഷ് ഓഫീസിലുണ്ടാവുമല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ അമ്മയോടായി നിങ്ങൾ സംസാരിച്ചിരിക്കെ ജോൺ പോവാനായി എഴുന്നേൽക്കുമ്പോഴേക്കും മച്ചാനിട്ട് 2 പൊട്ടിച്ചേക്ക്, ഹി ട്രൂലി ഡിസർവ് ഇറ്റ് എന്ന് കനിയം ശബ്ദം താഴ്ത്തി ജോണിനോടായി പറയുമ്പോഴേക്കും നോക്കട്ടെ എന്നും പറഞ്ഞ് ജോൺ അവിടെ നിന്ന് പോകുന്നുണ്ടേ. മേരിക്കുട്ടി ടീച്ചർ അപ്പോഴേക്കും വീണയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോളെ സമാധാനമായിട്ടിരിക്കെ, ഞങ്ങളില്ലേ, എല്ലാം ശരിയാവുമെന്ന്. പിന്നീട് സന്തോഷിന്റെ ഓഫീസിലെത്തുന്ന ജോണിനെയാണ് കാണിക്കുന്നത്. ജോൺ ചെന്ന് നോക്കുമ്പോഴേക്കും സന്തോഷ് അവന്റെ സീറ്റിലില്ലായിരുന്നു. അവിടെയുള്ളൊരു സ്റ്റാഫ് ജോണിനെ കണ്ട് എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും സന്തോഷ് സാർ ഇല്ലെന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. സന്തോഷ് സാർ ഇന്ന് വരലുണ്ടാവില്ല, എന്തോ തിരക്കിലാണെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു എന്നവർ പറയുമ്പോ അപ്പോ ഇന്ന് വരില്ലെന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. ഇല്ല, എന്തെങ്കിലും സർട്ടിഫിക്കറ്റിനാണോ എന്നവർ ചോദിക്കുമ്പോ അല്ല, പേഴ്സണൽ മാറ്റർ ആണെന്ന് ജോണും പറയുന്നുണ്ട്. എന്നാ സാറിനെ ഒന്ന് വിളിച്ചു നോക്കൂ എന്നവർ പറയുമ്പോഴേക്കും വിളിച്ചോളാമെന്ന് പറഞ്ഞ് ജോണും ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ടേ. പുറത്തിറങ്ങിയ ജോൺ വീണ്ടും സന്തോഷിന്റെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവൻ കോൾ എടുക്കുന്നില്ലായിരുന്നു. തിരിച്ചുള്ള ജോണിന്റെ യാത്രയിലാണ് വഴിയിലൂടെ നടന്നു പോകുന്ന പോറ്റി അവൻ കാണുന്നത്. പോറ്റിയെ കാണുന്ന ജോൺ കാർ നിർത്തിക്കൊണ്ട് കാറിന്റെ ഗ്ലാസ് താഴ്ത്തുമ്പോഴേക്കും ജോണിനെ കണ്ട് പോറ്റിക്കും അന്ന് അടി കിട്ടിയ കാര്യം ഓർമ്മ വരുന്നുണ്ട്. ജോൺ അപ്പോഴേക്കും കാറിൽ നിന്ന് പോറ്റിയുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് സന്തോഷ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. സന്തോഷ് അവന്റെ ഓഫീസിൽ കാണും, അല്ലാതെ എന്നോട് ചോദിച്ചാ എനിക്കെങ്ങനെ അറിയാനെന്ന് പോറ്റിയും. അവനെ ഓഫീസിൽ കാണാത്തോണ്ടാ നിങ്ങളോട് ചോദിച്ചതെന്ന് ജോൺ പറയുമ്പോൾ തനിക്ക് അറിയില്ലെന്ന് പോറ്റി തീർത്തു പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം അറിയാം, എല്ലാ കുത്തിത്തിരിപ്പിന് പിന്നിലും നിങ്ങളാണെന്ന് എനിക്കറിയാം എന്ന് ജോൺ പറയുമ്പോൾ നിനക്ക് എല്ലാം അറിയാമല്ലേ, എന്നാ അറിയാത്ത ചില ഇൻഡാസ് ഇനി വരുന്നുണ്ടെന്ന് പോറ്റിയും അർത്ഥം വെച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ഇൻഡാസും കൂടെ കൂട്ടിയിട്ട് നിങ്ങളെ തന്നെ കത്തിക്കും, നോക്കിക്കോ എന്ന് ജോണും വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്. വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുവാണോ, നിനക്കതിന്റെ സെക്ഷൻ വല്ലതും അറിയാമോ എന്ന് പോറ്റി ചോദിക്കുന്നുണ്ട്. ഇത് സെക്ഷൻ ആണെങ്കിലുവേ ഞാൻ അങ്ങ് അനുഭവിച്ചോളാം എന്ന് ജോൺ പറയുമ്പോ ഭീഷണിപ്പെടുത്തൽ സെക്ഷൻ 506. സാധാരണ ഭീഷണിക്ക് 2 വർഷം തടവ്, പിന്നെ പിഴ. ഭീഷണി കടുത്താൽ 7 വർഷം വരെ കിട്ടാം. നിന്റെ യോഗം പോലെ ഇരിക്കും. പിന്നെ ഇങ്ങനെ വഴി തടയൽ, അത് സെക്ഷൻ 341 വരും. ഒരാൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം തടസ്സപ്പെടുത്തൽ എന്ന് പോറ്റി ഓർമ്മിപ്പിക്കുമ്പോ എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടെ താൻ എന്നെ അങ്ങ് തൂക്കിക്കൊല്ലുമോ എന്ന് ജോണും ചോദിക്കുന്നുണ്ട്. ഞാൻ ആരാ ശിക്ഷിക്കാൻ, നിയമ സംവിധാനം ശിക്ഷിക്കും, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂവെന്ന് പോറ്റിയും പറയുന്നുണ്ട്. വീണയ്ക്ക് സന്തോഷ് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത് ഞാൻ അറിഞ്ഞു എന്ന് ജോൺ ദേഷ്യത്തോടെ പറയുമ്പോ അതൊക്കെ അവർ തമ്മിലുള്ള ദാമ്പത്യ വിഷയങ്ങളല്ലേ, അതിന് എന്നെ വഴി തടഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പോറ്റി ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പോറ്റിയുടെ കരണത്ത് വീണ്ടും ജോണൊന്ന് പൊട്ടിക്കുന്നതും ജോണും സന്തോഷമായുള്ള കൂടിക്കാഴ്ചയുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.